പുത്രപുത്ര പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവത്തിൻ്റെ പൊന്നു തിരുനാമത്തിന് ഈ പ്രഭാതകാലത്ത് ബലഹീനരും പാപികളുമായ ഞങ്ങൾ സ്തുതിയും സ്തോത്രവും ആരാധനയും അർപ്പിച്ചുകൊണ്ട് 7-ാം സങ്കീർത്തനത്തിൽ നിന്ന് ചിന്തിക്കുന്നു. കർത്താവിനിൽ പ്രിയ വാത്സല്യമുള്ളവരെ, ബെന്യാമീനായ കൂശിൻ്റെ സത്യമില്ലാത്ത ആരോപണങ്ങൾക്ക് മറുപടിയായി ദാവീദ് യഹോവയ്ക്ക് പാടിയ ഒരു സങ്കട കീർത്തനം എന്നാണ് തലക്കെട്ടിൽ പറയുന്നത്. ഈ കൂശിനെ പറ്റി യാതൊന്നും അറിഞ്ഞുകൂടാ, എങ്കിലും ബെന്യാമീനൻ എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ശൗലിന്റെ പക്ഷം ചേർന്ന ഷിമിയെ പോലെ ദാവീദിന്റെ ശത്രുവായി തീർന്നവനായിരിക്കാൻ ന്യായമുണ്ട്. ഇയാൾ ശൗലിന്റെ അനുചരന്മാരിലൊരാളും അരമനയിൽ താമസിച്ചവനും ഗൂഢമായി കൂട്ടുണ്ടാക്കി ദാവീദിനെ അരമനയിൽ നിന്ന് ആട്ടി ഓടിക്കുന്നതിന് സഹായിച്ചവരുമാണെന്ന് ഊഹിക്കേണ്ടിയിരിക്കുന്നു. ശൗമേലിന്റെ പുസ്തകത്തിൽ ശൗൽ രാജാവും സേവകന്മാരും ദാവീദിനെ വേട്ടയാടി പിന്തുടരുന്ന വിവരണത്തിന്റെ വെളിച്ചത്തിൽ ഈ സങ്കീർത്തനം അർത്ഥസമ്പൂർണമാകുന്നുണ്ട്. ദാവീദിനെതിരായി ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളിൽ യാതൊരു സത്യമില്ലാതിരുന്നതിനാലാണ് യഹോവയെ ശരണം പ്രാപിച്ച് സർവ്വമറിയുന്ന നീതിയുള്ള ന്യായാധിപതി അവന്റെ പരമാർത്ഥം അനുസരിച്ച് ചെയ്യണമെന്ന് പറയാൻ അവന് കഴിയുന്നത്. യാതൊരു തെറ്റുമില്ലാതെ ഇരുന്നാലും ദൈവഭക്തന്മാരെ ലൗകികർ പഴിക്കുമെന്ന് നാം ഓർത്തിരിക്കേണ്ടത് അത്യാവശ്യമാണ്. വീണ്ടും നാം ചിന്തിക്കുമ്പോൾ ഈ സങ്കീർത്തനത്തിന്റെ അവസാന ഭാഗം നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവിടെ പറയുന്നു 16-ാം വാക്യത്തിൽ, അവന്റെ വേണ്ടാധീനം അവന്റെ തലയിലേക്ക് തിരികെ വരുമെന്ന്. ബുംറാങ്ക് പോലെ അവൻ ചെയ്തതെല്ലാം അവന്റെ തലയിലേക്ക് വരുമെന്നാണ് നാം അവിടെ മനസ്സിലാക്കേണ്ടത്. ദുഷ്ടന്മാരുടെ ദുഷ്പ്രവർത്തികൾ അവരുടെ സ്ഥാനമാനത്തിനു വേണ്ടി അവർ പലരും കാട്ടിക്കൂട്ടും. സ്വന്തം മാതാവിനെയും പിതാവിനെയും സഹോദരങ്ങളെയും അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെയും ഒറ്റിക്കൊടുത്തും ചതിച്ചും വേദനിപ്പിച്ചും സങ്കടപ്പെടുത്തിയും പലരും പല സ്ഥാനമാനങ്ങളും നേടുന്ന ഈ കാലത്ത് നാം ഓർത്തിരിക്കേണ്ടതായ ഒരു കാര്യമുണ്ട്. അവരുടെ നിലനിൽപ്പ് ശാശ്വതമല്ല. അതുകൊണ്ട് നാം ഓർക്കേണ്ടത്, നമ്മുടെ കർത്താവ് തൻ്റെ സുവിശേഷത്തിൽ പറയുന്നത് നാം ഓർത്തിരിക്കണം. ഈ എളിയവരിൽ ഒരുവന്റെ മാലാഹ പിതാവായ ദൈവത്തിൻ്റെ മുഖം എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന്. പിതാവായ ദൈവത്തിൻ്റെ മുഖം, ബലഹീനരാണ്, നമ്മൾ തെറ്റും ചെയ്യാത്തവരാണെങ്കിൽ നമ്മുടെ മാലാഹ ദൈവത്തോട് നമ്മുടെ സങ്കടങ്ങളും അറിയിക്കുമെന്നുള്ള കാര്യം നാം പ്രത്യേകിച്ച് ഓർക്കണം. നാം പീഡിപ്പിക്കപ്പെടുന്നവരായിരിക്കരുത്. നമ്മൾ പലപ്പോഴും സഭയിലും സമൂഹത്തിലും ഇടവകയിലും മറ്റുള്ളവരെ പീഡിപ്പിക്കുകയും പലതരത്തിൽ കുത്തിനോക്കുകയും പല ഭാഗങ്ങളിൽ നാം കാണുകയും ചെയ്യുന്നുണ്ട്. അതൊന്നും ശാശ്വതമല്ലെന്ന് നാം ഓർക്കണം. നമ്മൾ എന്തെങ്കിലും നേടി എന്ന് പറയുന്നത് അബദ്ധമാണ്. ദൈവമില്ലാതെ നമുക്കൊന്നും നേടുവാനായിട്ട് കഴിയുകയില്ല. ആകയാൽ വാത്സല്യമുള്ള കർത്താവിൻ്റെ പ്രിയ മക്കളെ, നാം ഓർത്തിരിക്കേണ്ടതായ കാര്യം, ഈ പ്രഭാതകാലത്ത് നമ്മുടെ പ്രവൃത്തിയിൽ ദൈവത്തിന് അനിഷ്ടമായ ഒന്നും സംഭവിക്കാതിരിക്കാനും ദൈവത്തിന് ഹിതകരമായ രീതിയിൽ ജീവിപ്പാനും നാം ഒരുങ്ങേണ്ടത് അത്യാവശ്യമാണ്. നാം ചെയ്യുന്ന പ്രവൃത്തികൾ നമ്മുടെ തലയിലേക്ക് തന്നെ തിരികെ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നാം പറയാറുണ്ടല്ലോ, അവൻ കുഴിച്ച കുഴിയിൽ അവൻ തന്നെ വീണു എന്ന്. നാം കുഴിക്കുന്ന കുഴിയിൽ നാം തന്നെ വീഴാതിരിക്കാൻ പ്രത്യേകം ഓർക്കണം. ദൈവത്തിൻ്റെ പുനരുത്ഥാനത്തിൽ അടുത്തു വരാം. ദൈവം നമ്മെ കാക്കട്ടെ. എല്ലാ അനുഗ്രഹങ്ങളും ദൈവം നമ്പരാൻ നൽകട്ടെ. നമ്മളെ പീഡയിൽ നിന്നും കഷ്ടത്തിൽ നിന്നും സങ്കടത്തിൽ നിന്നും രക്ഷിക്കുവാൻ ദൈവം സർവ്വത്തിനും മതിയാവനാകുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.